الحمد لله الذي هدانا لهذا ما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽ ഒരു അധ്യായമാണ് ആദിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായം. ഈ അധ്യായം മക്കിയാണെന്നും മദനിയാണെന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായിരുന്നാലും രണ്ടിനും കൊണ്ടും പ്രത്യേകിച്ചൊന്നുമില്ല, രണ്ടിനും സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആദിയാത്ത് എന്നത് മോട്ടോർ വാഹനങ്ങളില്ലാത്ത ഒരു നാളിൽ, തമിഴ്നാട്ടിൽ വാഹനങ്ങളാണല്ലോ ഉള്ളത്. പക്ഷേ ഈ ആയത്തുകൾ ഇറങ്ങുന്ന കാലത്ത് മോട്ടോർ വാഹനങ്ങൾ അന്നില്ല. യുദ്ധം അന്നും ജനങ്ങൾക്കിടയിലുണ്ട്. ഇന്ന് അമേരിക്കയും ചൈനയും ഒക്കെ തമ്മിലുള്ള യുദ്ധമുണ്ട്. ചെറിയ ചെറിയ പാർട്ടികളും ഗ്രൂപ്പുകളും തമ്മിലും യുദ്ധമുണ്ട്. അതൊക്കെ അന്നത്തേക്കാൾ കൂടുതൽ ഇന്നുമുണ്ട്, അന്നുമുണ്ട്. എന്നാൽ ഈ വാഹനങ്ങളില്ലാത്ത കാലത്ത് എന്തായിരുന്നു വാഹനങ്ങൾക്ക് അവർ ചെയ്യാം? യുദ്ധം ചെയ്യാനുള്ള മോഹം ആളുകൾക്കുണ്ട്. അത് അവരുടെ രീതിയാണ്. അതിനെന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അതിനവർ മൃഗങ്ങളെയാണ് പരിശീലിപ്പിച്ചിരുന്നത്. അക്കാലത്ത് ഏറ്റവും വലിയ ഒരു വാഹനമാണ് കുതിര. ആ കുതിരയാണ് അന്നത്തെ യുദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം. എന്നിട്ട് നോക്കൂ, വൽ ആദിയാത്ത് ലബ്ഹൻ, വൽ ആദിയാത്തി ഓടുന്നവയാണ് സത്യം, ഓടുക. ലബ്ഹൻ കുതിച്ചോടുക, കിതച്ചോടുക. സാധാരണഗതിയിൽ ഓടുമ്പോ കിതക്കലുണ്ടാവും, അങ്ങനെ കിതച്ചു ഓടുക. ഈ യുദ്ധത്തിന് വേണ്ടി മാത്രം, പ്രത്യേകിച്ച് യുദ്ധത്തിന് സഞ്ചരിക്കാൻ മാത്രം വേണ്ടി വരുന്ന കുതിരകളെ അറബികളും അല്ലാത്തവരും ഒക്കെ ധാരാളമായി വളർത്തിയിരുന്നു. അവർക്ക് പ്രത്യേക പരിചരണവും നൽകിയിരുന്നു. എന്നാൽ അക്കൂട്ടത്തിൽ ഒരു കുതിരയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വല്ല ആദിയാൽ ലബ്ഹൻ, കിതച്ചോടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫൽ മൂരിയാത്തി ഖദ്ഹൻ, ഫൽ മൂരിയാത്തി തീ പളപ്പിക്കുന്നവയും. ഓടുമ്പോ മൂരിയാത്തി ഖദ്ഹൻ, കുളമ്പുകൾ പരസ്പരം തട്ടി ഉരക്കുക, എന്നിട്ട് തീ പറക്കുക. ഓട്ടത്തിന്റെ ആധിക്യ നിമിത്തം ഫൽ മൂരിയാത്തി ഖദ്ഹൻ, ആക്രമിക്കാൻ പോകുന്ന വിഭാഗം ആളുകളെ, ശത്രു വിഭാഗത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ അവർ ഓടി ഫൽ മൂരിയാത്തി ഖദ്ഹൻ, അവ തീപ്പൊരി പറപ്പിക്കുന്നവയും. ഖദ്ഹൻ തീപ്പൊരി എന്നാൽ സാധാരണഗതിയിൽ തീ പോലെ അതിന്റെ കാലുകൾക്കുണ്ടാകുന്ന കാലുകൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ അതുണ്ടാകുന്ന തീപ്പൊരി, ആ തീപ്പൊരി പറപ്പിക്കുന്നവയും. ഫൽ മുഗീറാത്തി സുബഹൻ,
ആക്രമിക്കുന്നവയും എങ്ങനെ എപ്പോഴോ സുബഹി സമയത്ത് ആക്രമിക്കുക. അപ്പൊ രാത്രി യുദ്ധത്തിന് വേണ്ടി പോകല് പലപ്പോഴും മഗ്‌രിബിന് ശേഷം എല്ലാ ആളുകളും ഉറക്കത്തിലായി കഴിയുമ്പോൾ ഈ യുദ്ധത്തിന് പരസ്പരം വിരോധമുള്ള കക്ഷികൾ അവർ യുദ്ധത്തിന് പോകും. അപ്പൊ രാത്രി ആണ് പലപ്പോഴും യുദ്ധത്തിന് പോകാറുള്ളത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ ആളുകള് ഈ പറഞ്ഞ കുതിര അത് പരസ്പരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പരസ്പരം കുതിച്ചോടുന്ന കുതിര, അത് തന്നെ മൂരിയാത്ത് തീ പറപ്പിക്കുന്ന കുതിര, അതുപോലെ ഒരു മുഗീറാത്ത് സുബ്ഹൻ പ്രഭാതത്തിൽ ആക്രമിക്കുന്ന കുതിര എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ ആക്രമിക്കാനാണ് എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ഈ കുതിരപ്പട്ടാളം ആളുകളോടുകൂടി ഓടിക്കൊണ്ടിരിക്കും. മുഗീറാത്ത് സുബ്ഹൻ പ്രഭാതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരയും ഫാസറിനബിഹി അവർ ഇളക്കി മറിക്കും പൊടിപടലങ്ങൾ എന്ന് പറഞ്ഞാൽ ഓട്ടത്തിന്റെ ശക്തി കാരണം അവരെല്ലാം പരസ്പരം ഓടി ഇലകൾ പൊടിപടലങ്ങൾ ഇളക്കി വിടാം മാത്രം എല്ലായിടത്തും ഉറക്കായതുകൊണ്ട് രാവിലെ ആയതുകൊണ്ട് എല്ലാവരും ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന അവസ്ഥയിൽ ശാന്തമായി കിടക്കുക അന്തരീക്ഷമൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇവയെല്ലാം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പൊടിപടലങ്ങൾ ഇളക്കി വിടുകയും ആണ്. അങ്ങനെ അവർ നടുവിലെത്തുന്നു, സമൂഹത്തിന് നടുവിലെത്തുന്നു, ശത്രു സമൂഹത്തിന്റെ നടുവിലെത്തുന്നു. വസത്ത എന്നാൽ നടുക്ക് പോവുക. ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവര് ശത്രു സമൂഹം എവിടെയാണുള്ളത് ആ സമൂഹം ഉറക്കത്തിലായിരിക്കും. ആ സമൂഹത്തിന്റെ നടുവില് ഈ ഒട്ടകങ്ങൾ കുതിരകൾ അങ്ങനെ തന്നെ അവിടെ എത്തിപ്പെട്ടുകൊണ്ടിരിക്കും. വസത്തിന ബിഹി ജമ്മ ആ കുതിരകൾ അവിടെ പിന്നെ ശത്രു സമൂഹത്തിന്റെ നടുവിലെത്തും. അത്ര വലിയ ശക്തിയായ കൂട്ടത്തിലാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ ലക്കനോട് നന്ദിയില്ലാത്തവരാകുന്നു. ഇന്നൽ ഇൻസാന മനുഷ്യൻ റബ്ബിഹി അവന്റെ നാഥനോട് ലക്കനോട് നന്ദിയില്ലാത്തവനാകുന്നു. വൈന്നഹു മനുഷ്യൻ ദൈവത്തോട് നന്ദിയില്ലാത്തവനാകുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല. ഈ കുതിര വ്യത്യസ്തമാണ്. അവർ ആരോടൊക്കെ ആ കുതിരക്ക് വെള്ളം കൊടുക്കുന്ന, പുല്ല് കൊടുക്കുന്ന, അവർ തീറ്റ കൊടുക്കുന്ന, പരിചരിച്ച് വളർത്തുന്ന ഈ കുതിരകളെ അവർ മനുഷ്യരാണ് വളർത്തുക. അതുകൊണ്ട് അവരോടുള്ള സ്നേഹം കാരണം അവർ ഈ ഒട്ടകത്തെ ഒട്ടകത്തെ രക്ഷിക്കാൻ വേണ്ടി അവർ ഓടുകയാണ്. ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ ഈ റബ്ബിഹി ലക്കനോത് അവൻ തന്നെ നാഥനോട് നന്ദിയില്ലാത്തവനാണ് എന്നാണ് പറഞ്ഞത്. അതിന്റെ ഈ ഓട്ടത്തിന്റെ കണക്കൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചവനോട് നന്ദിയില്ലാത്തവനാണ് ഇവൻ എന്ന അള്ളാഹുത്തെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. വൈന്നഹു തീർച്ചയായും മനുഷ്യൻ അനാദാരിക്ക അതിന്റെ പേരിൽ ഷഹീദ് സാക്ഷിയാകുന്നു. മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവനാണ്. മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവനാണ് എന്നതിന് മനുഷ്യൻ തന്നെ സാക്ഷിയാണ്. വൈന്നഹു അലാലിക്ക ഷഹീദ് മനുഷ്യൻ തന്നെ സാക്ഷിയാണ്. വൈന്നഹു തീർച്ചയായും മനുഷ്യൻ യുഹിബ്ബുൽ ഖൈരി ധനത്തോട് അമിതമായി സ്നേഹിക്കുന്നു. വൈന്നഹു തീർച്ചയായും അവൻ യുഹിബ്ബുൽ ഖൈരി ധനത്തോട് ശരീദ് കഠിനമായ സ്നേഹമുള്ളവനാകുന്നു. ആ കഠിനമായ സ്നേഹത്തിന് വേണ്ടിയാണല്ലോ യുദ്ധം ജയിക്കാം. യുദ്ധം ജയിച്ചാൽ അവരുടെ പക്ഷം വിജയിച്ചു, അവർക്ക് ധാരാളം പണം കിട്ടും, മറ്റേ ആളുകളെ കൊല്ലും, ആക്കണ്ടാവും. വൈന്നഹു ഹിബ്ബുൽ ഖൈരി ശരീദ് വൈന്നഹു തീർച്ചയായും ഇവർ ഹിബ്ബുൽ ഖൈരി സമ്പത്തിനോട് അമിതമായി സ്നേഹിക്കുന്നവനാകുന്നു. അഫലായാലും അവരറിയുന്നില്ലേ ഇതാ ബേസിറ ഇളക്കി മറിക്കപ്പെട്ടാൽ മാഫിൽ ഖുബൂർ ഖബറിലുള്ളതെല്ലാം ഇളക്കി മറിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ മനുഷ്യനറിയുന്നില്ലേ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചുപോയിട്ട് അവന്റെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ എല്ലാവരും മരിച്ചുപോയി. എന്നിട്ട് എല്ലാവരെയും പുനരുദ്ധരിക്കാൻ വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവൻ അറിയുന്നില്ലേ ഇതാ ബേസിറ അവർ ഇളക്കി മറിക്കപ്പെട്ടാൽ മാഫിസ് കുബൂർ ഖബറിലുള്ളതെല്ലാം ഇളക്കി മറിക്കപ്പെട്ടാൽ ആ കൊണ്ടുപോയി വെച്ച സാധനങ്ങളെല്ലാം ഖബറിലുണ്ടാകും. ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഖബറുകളിൽ നിന്ന് ഈ മനുഷ്യരെല്ലാം ഉയർത്തെഴുന്നേൽക്കപ്പെടുമ്പോൾ എന്തുണ്ടായിരിക്കും അവസ്ഥ? അഫലായാലുമോ അവരറിയുന്നില്ലേ ഇതാ ബേസറ പുനരുദ്ധരിക്കപ്പെട്ടാൽ ഖബറുകളെല്ലാം പുനരുദ്ധരിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? വഹുസ്സുല മാഫി സുദൂർ അന്ന് മനുഷ്യന്റെ മനസ്സിലുള്ളതെല്ലാം
പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, വഹസ്സുല മാഫി സുദൂർ, മനുഷ്യ മനസ്സിലുള്ളതെല്ലാം പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, ഇന്ന റബ്ബഹും, തീർച്ചയായും അവരെ നാഥൻ, ബിഹിം അവരെ സംബന്ധിച്ച് യൗമഇദിൻ അന്ന് ഖബീർ, സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കാര്യങ്ങൾ മറന്നു പോകരുത്. മനുഷ്യൻ തീർച്ചയായിട്ടും അവൻ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവനാണ് പോലെയാണ്, അങ്ങനെയാണുള്ളത്. വഹസ്സുലമാഫിസുദൂർ, ഹൃദയങ്ങളിൽ പുറത്തു കൊണ്ടുവരപ്പെട്ടാൽ, ഇന്ന റബ്ബഹും തീർച്ചയായും നല്ല നാഥൻ, ബിഹിം അവരെ കൊണ്ട് യൗമഇദിൻ എന്നും ഖബീർ, സൂക്ഷ്മമായി വിവരമുള്ളവനാകുന്നു. ഇതാണ് ഈ സൂറത്ത്. ഈ സൂറത്തിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ആ കാലഘട്ടത്തിലുണ്ടാകുന്ന യുദ്ധത്തിന് ഉപയോഗപ്പെടുത്തുന്ന മൃഗത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ആ മൃഗത്തിന്റെ ബുദ്ധിയും തന്റേടവും ഒന്നുമില്ലാത്ത ആ ജീവിയും ഇങ്ങനെ വലിയ തന്റെ യജമാനു വേണ്ടി പണിയെടുക്കുന്നത് കാണുന്നില്ലേ? അതുപോലെ നിങ്ങളും നിങ്ങളുടെ യജമാനായ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കണം. അങ്ങനെ പണിയെടുക്കാൻ നിങ്ങൾ പരിശീലിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.